ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഗ്രാസ് ട്രിമ്മറിൻ്റെ അൺബോക്സിങ്ങിനെ പറ്റിയായിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ ഗ്രാസ് ട്രിമ്മറിൻ്റെ കമ്പോണൻസും ആക്സസറീസും എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ വീഡിയോ അതിൻ്റെ പാർട്ട് 2 ആണ്. ഇതിൽ നമ്മളതെങ്ങനെ അസംബിൾ ചെയ്യാം, എങ്ങനെ വർക്ക് ചെയ്യും എന്നൊക്കെ നോക്കാം. പാർട്ട് 1 കാണാത്തവർക്കായിട്ട് നമ്മൾ ആ വീഡിയോൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇടുന്നതായിരിക്കും. സോ ഇതാണ് ഓവറോൾ മെഷീൻ്റെ ഒരു ഷേപ്പ്. ഇത് ഇതിൻ്റെ മോട്ടറാണ്. ഈ പ്രസ് ബട്ടൺ ഡൗൺ പുഷ് ചെയ്ത് നമുക്ക് സ്ലൈഡ് ചെയ്താൽ ഇതിന് നമുക്ക് ടെലസ്കോപ്പിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് ഈ എക്യുപ്മെൻ്റ് നീളവും നമുക്ക് കൂട്ടാൻ പറ്റും. ഈ ബ്ലാക്ക് നോബ് കാണുന്നില്ലേ, ഈ ബ്ലാക്ക് നോബ് നമുക്ക് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹാൻഡിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ബ്ലേഡ് എങ്ങനെ അറ്റാച്ച് ചെയ്യാൻ നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ സേഫ്റ്റി ഗാർഡ് ഇതാദ്യം പ്ലേസ് ചെയ്യേണ്ടതാണ്. ഈ സേഫ്റ്റി ഗാർഡ് നമ്മളെ ഫേസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഓപ്പറേറ്റർ സൈഡിലേക്ക് വേണം പ്ലേസ് ചെയ്യാൻ. ഇതിൽ ചെറിയൊരു ഇൻ്റർലോക്കിംഗ് സ്ലോട്ട് ഉണ്ട്. അതിൽ പ്രോപ്പറായിട്ട് ഇറക്കി ടൈറ്റ് ചെയ്ത് വേണം നമ്മൾ സേഫ് ഗാർഡ് പ്ലേസ് ചെയ്യാൻ. ഈ കാണുന്നത് പോലെ ഈ മോട്ടോർ ഷാഫ്റ്റിൽ കാണുന്ന പോലെ ഈ ഹെക്സ് നട്ട് ഉണ്ടല്ലോ, ഈ മോട്ടോർ ഷാഫ്റ്റിൽ കാണുന്ന ഹെക്സ് നട്ട് ഷേപ്പ് നോക്കി നമ്മൾ ഈ കവർ, ഈ യെല്ലോ കവർ നമ്മൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. ഇനി നമുക്ക് ക്ലിയർ ചെയ്യേണ്ട ഏരിയ ഏതാണെന്ന് നോക്കി നമ്മുടെ കൺവീനിയൻസിനനുസരിച്ചിട്ടുള്ള ബ്ലേഡ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ റൗണ്ട് ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് ഡെമോ കാണിക്കാൻ പോകുന്നത്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇപ്പോൾ റൗണ്ട് ബ്ലേഡ് ആണ്. ബ്ലേഡ് പ്ലേസ് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ ഈ വാഷറും പ്ലാന്റ് നട്ടും വെച്ചിട്ട്, ബ്ലേഡ് പ്ലേസ് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ നമ്മൾ ഈ വാഷറും പ്ലാന്റ് നട്ടും വെച്ച് ബ്ലേഡ് പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇത് ടൈറ്റ് ചെയ്യാൻ, നട്ട് ടൈറ്റ് ചെയ്യാനുള്ള സ്പാനറും നമുക്ക് ഇതിനോടൊപ്പം അവൈലബിൾ ആണ്. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു. അതിനുശേഷം ബ്ലേഡ് ഗാർഡും ഈ കാണുന്ന പോലെ അറ്റാച്ച് ചെയ്യുക. ഇതാണ് ബാറ്ററി സ്ലോട്ട്. ഈ കാണുന്ന പോലെ ബാറ്ററി ഈ സ്ലോട്ടിലേക്ക് പതുക്കെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഏകദേശം നമുക്കൊരു 25 to 30 മിനിറ്റ്സ് വർക്കിംഗ് ടൈം പെർ ബാറ്ററി നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ 2 ബാറ്ററിയാണ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. മൊത്തത്തിലൊരു 5 മിനിറ്റ് 6 മിനിറ്റ് താഴെ മാത്രമേ നമ്മളിത് അസംബിൾ ചെയ്യാൻ എടുത്തിട്ടുള്ളൂ. ഈ കാണുന്ന പോലെ നമുക്ക് ചെറിയ ബ്രാഞ്ചസും അതുപോലെ ഏകദേശം ഒരു ലൈറ്റ് ടു മീഡിയം തിക്നെസ്സിൽ വരുന്ന പുല്ലുകളും, അതോടൊപ്പം ലോൺ ഏരിയ ട്രിം ചെയ്യാനും ഷേപ്പ് ചെയ്യാനും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഈ മെഷീൻ ഓൾമോസ്റ്റ് ഒരു 3 to 4 ഡേയ്സ് ഉപയോഗിച്ചിട്ടുള്ള റിവ്യൂ ആണ് നമ്മളിപ്പം ചെയ്തിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആണ്, അത്യാവശ്യം നല്ല പെർഫോമൻസും തരുന്ന ഒരു മെഷീനാണ്. അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് അർക്കൈൻ വ്യൂ.